ഹലോ മക്കളെ, അഖില മിസ് ആണ്. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് EVS അല്ലേ, എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ പരിസര പഠനം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, EVS എന്ന് പറയുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ ഓരോ ചാപ്റ്ററും പറയുമ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കാര്യം എന്താണ്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. കോൺസെപ്റ്റുകളൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് എക്സാമുകളിലാണ്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും, അത് യൂണിറ്റ് ടെസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് ആദ്യമായിട്ട് വരാനുള്ള ഓണം എക്സാം ആയിക്കോട്ടെ, പിന്നീട് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ആനുവൽ എക്സാം ആയിക്കോട്ടെ, ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ വർഷം നമ്മൾ എഴുതാൻ പോകുന്ന സ്കോളർഷിപ്പ് ഉണ്ട് അല്ലേ, CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ പഴയ LSS. അപ്പോൾ ഇതായിക്കോട്ടെ, ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ വലയ്ക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ EVS എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയുന്ന കാര്യങ്ങളൊന്നും ആൻസർ ഷീറ്റിൽ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ സ്കോളർഷിപ്പ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അതിനു വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും തുടക്കം മുതൽ LSS നേടിയെടുക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അല്ലേ, നമ്മുടെ പാരൻസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, ഇവിടെ ഒന്നും നമുക്ക് എന്തില്ല, തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ഒരു ഓപ്ഷൻ അല്ല ഉള്ളത്. പകരം നമ്മളായിട്ട് തന്നെ എന്ത് ചെയ്യണം, ആൻസർ എഴുതണം. അത് ഒറ്റ വാക്യത്തിൽ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ വാക്യങ്ങളിൽ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ എഴുതാനുള്ള ചോദ്യങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ മാർക്ക് എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, EVSനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പുതിയ പുതിയ ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്, കുറേ പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇംഗ്ലീഷ് മീഡിയത്തിനായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് എന്നല്ലേ. ഒരിക്കലും അല്ല. ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, മലയാളം മീഡിയം ആയിക്കോട്ടെ, രണ്ടിലും എന്താണ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ പുതിയ വാക്കുകളാണ്. അപ്പോൾ ഇതിന് എന്താണ് ഒരു പരിഹാരം? നിങ്ങൾ ആലോചിക്കുക, സ്കോളർഷിപ്പിനൊക്കെയുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവസാന നിമിഷമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ തുടക്കം മുതൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ എന്താണ്, വളരെ ചെറിയൊരു പോയിന്റ് ആയിരിക്കാം നമ്മൾ പഠിക്കുന്നുണ്ടാവുക അല്ലേ. ആ പഠിക്കുന്നതിനകത്ത് നമുക്കറിയാത്ത, നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടേം നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി തന്നെ പഠിക്കണം. ഈ എഴുതി പഠിക്കണം എന്ന് പറയാൻ കാരണം, അക്ഷര തെറ്റുകൾക്ക് നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ മാർക്കിനെ കുറയ്ക്കാൻ പറ്റും അല്ലേ. സ്കോളർഷിപ്പ് എക്സാമിലൊക്കെ നമ്മുടെ ഓരോ പോയിന്റിനും എന്താണ്, വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നത്. കാര്യം ഈ ഒരു സ്കോളർഷിപ്പ് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കാരണമാവുന്നുണ്ടാവുക. സോ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മളിപ്പോൾ തുടക്കത്തിൽ, അതായത് സ്കൂളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പോൾ സൈലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് എന്തുണ്ട്, ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച് ഉണ്ട് അല്ലേ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ബേസിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ക്ലാസ് എല്ലാ സബ്ജക്റ്റിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ EVSലും അതുണ്ട് അല്ലേ. അവിടെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ ചാപ്റ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്, ജീവിയ ഘടകങ്ങൾ, അജീവീയ ഘടകങ്ങൾ, ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ, അതിൽ തന്നെ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ അല്ലേ, പ്രകൃതിദത്തമായിട്ടുള്ളത്, മനുഷ്യനിർമ്മിതമായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ എന്തോരം വാക്കുകൾ പറഞ്ഞു. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കയ്യിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പേപ്പർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ടായിരിക്കും. അതിനകത്ത് എന്ത് ചെയ്യുക, ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഇതൊരിക്കലും ബൈഹാർട്ടിങ് മെത്തേഡ് അല്ല. പകരം എന്താണ്, ഈ വാക്കുകൾ എഴുതി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ നമുക്ക് അറിയാം, അത് കൃത്യമായിട്ട് ആൻസർ ഷീറ്റിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാമുകൾ ഒന്നും നമുക്ക് ഈസി ആയിരിക്കില്ല. കൂട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുക, ഈ വർഷം എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കോളർഷിപ്പിലെ എക്സാമിന് തന്നെയാണ്. അതായത് നമ്മുടെ LSS, പാരൻസിനൊക്കെ അറിയുന്നത് LSSനെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം. അപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ഇത് സ്റ്റാർട്ട് ചെയ്യുക. അത്രയാണ് നമുക്ക് EVSനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രാണ ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. നമുക്ക് 2 തരത്തിലുള്ള പ്ലാനുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബേസ് പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഏറ്റവും സ്യൂട്ടാണെന്ന് തോന്നുന്ന പ്ലാനിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് പഠിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ പാരൻസിനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അക്കാദമിക് ഇയർ സെറ്റാക്കാം. 4ാം ക്ലാസ് മാത്രമല്ല, നമ്മുടെ സ്കോളർഷിപ്പ് കൂടെ നമുക്ക് നേടിയെടുക്കണം. സോ നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.